ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് കേട്ടോ. ഇന്ന് ലഞ്ച് ഉണ്ടാക്കണമായിട്ട് എടുക്കണത്. ഇന്ന് ആണെങ്കിൽ ഇവിടെ എൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് ഒരു ഫാമിലി ലീവ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ടയേർഡൊക്കെ ആയിട്ടല്ലേ വരിക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങനെ ആയിട്ട് നമ്മുടെ ആർമി ക്വാർട്ടേഴ്സുകളിലൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിലും ലീവ് കഴിഞ്ഞ് വരികയാണെങ്കിലും നമുക്ക് അടുത്തുള്ളവർ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. കാരണം അന്ന് കയറി അവർ തീരെ 3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവർ വിശന്നിട്ടുള്ള ഏരിയ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മെല്ലെ, ഇന്നാണെങ്കിൽ നൈഹുവിന് സ്കൂളും ഉണ്ടായിരുന്നു. നൈഹുവിനെ സ്കൂളിലും കൊണ്ടുവിട്ടു. നൈനുവിന് സ്കൂളുണ്ട് കേട്ടോ. ഞാൻ തന്നെയാണ് അവളെ കൊണ്ടുവരുന്നതും വിളിക്കാൻ പോണതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ലഞ്ച് പ്രിപ്പറേഷനും കൂടി. ഇന്നാണെങ്കിൽ കുറച്ച് കൂടുതൽ കറി വെക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് കൊടുക്കണതല്ലേ, എന്ത് വെക്കുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്താ വെക്കുക, എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഞാൻ വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ വേസ്റ്റുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. വേസ്റ്റുകാരന് അന്നത്തെ വേസ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ കുന്നുകൂടി വരും, ആകെ ഇതാവും. കാരണം ഒരു ദിവസം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ഡെയിലി ഇങ്ങനെ കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ കൊടുത്ത് വന്നു. അരി അടുപ്പത്തിട്ടു കേട്ടോ. അരി കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നൈഹുവിനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് തിരികെ വരുമ്പോൾ അവിടെ ഇറങ്ങി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാമെന്ന്. പക്ഷേ സമയം കിട്ടിയില്ല കേട്ടോ. കാരണം നൈഹു കുട്ടിക്ക് 9 മണിക്ക് ലേറ്റായിട്ടാണ് ബസ് വരിക കേട്ടോ, നൈനു കുട്ടിക്ക്. അപ്പോൾ നൈഹുവിനെ വേഗം കൊണ്ടുവിട്ടിട്ട് വേഗം വന്ന് ഒരു 8:30 ആകുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും കേട്ടോ. എന്നിട്ട് വേണം നൈനുവിന് റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് വിടാൻ. അവൾക്കിപ്പോൾ എക്സാമൊക്കെ നടക്കുന്നത് കൊണ്ട് 9:30 സ്കൂളിലെത്തിയാൽ മതി. 9 മണിക്ക് ബസ് വരും കേട്ടോ. അപ്പോൾ അതൊന്നും നടന്നില്ല. ഉമേഷിനാണെങ്കിൽ 2-3-4 ദിവസം അടുപ്പിച്ച് ഡേയും നൈറ്റൊക്കെ ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഉമേഷിന് മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളത് കൊണ്ട് ഓണം പോലെ. വീട്ടിൽ കുറച്ച് ഞാൻ ക്യാബേജ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാബേജ് ഞാനൊന്ന് ചോപ്പറിലൊന്ന് അരിഞ്ഞിട്ട് അതിൽ കുറച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് കടുകും ചേർത്തിട്ട് അങ്ങനെയായിട്ട് ഞാൻ ഉപ്പേരി വയ്ക്കൽ. അതും വെച്ചു. പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കുമ്പളങ്ങ മോര് കറിയൊക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും വെക്കാൻ പറ്റിയില്ല, കാരണം കുമ്പളങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കായ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ പച്ചക്കായ അരിഞ്ഞിട്ട് നമ്മൾ കുമ്പളങ്ങ മോര് കറി പോലെ പച്ചക്കായ മോര് കറി വയ്ക്കുമല്ലോ, സെയിം തന്നെ, പക്ഷേ കായ എന്നുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് തേങ്ങയിൽ കുറച്ച് പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ചിട്ട് അങ്ങനെ വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഉപ്പേരിയും മോരുകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വിചാരിച്ചു മുതിര, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുതിര, ഇവിടെ അതൊന്നും മേടിക്കാൻ കിട്ടില്ല കേട്ടോ. മുതിര വയ്ക്കാമെന്ന്. മുതിര ആണെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് കേട്ടോ. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ മുതിര കഴിക്കില്ല എന്നൊക്കെ പറയണ കേൾക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും കഴിക്കാൻ തോന്നിയിട്ടുള്ള കാര്യം അതായിരുന്നു കേട്ടോ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ. ഇപ്പം കഴിക്കും കേട്ടോ. ഇപ്പം നമ്മൾ സാധാ ഇങ്ങനെ കുറച്ച് കൂടുതൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ കുത്തിക്കാച്ചിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടി തേങ്ങ ഒന്ന് ചിരകി ഇടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ മുതിര ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മോര് കറിക്ക് ഒന്ന് എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയുള്ളിയും കുറച്ച് ഇഞ്ചി അതൊക്കെ ഇട്ടിട്ടാട്ടോ. പിന്നെ എന്താ നമ്മൾ വെളുത്തുള്ളി ഇടും തോന്നുന്നു, അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറച്ച് നമ്മൾ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നൈഹുവിനെ വിളിക്കാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടോ. കുളിച്ചിട്ടൊക്കെയാണ് പോയത്. കുളിച്ച് പോകുമ്പോൾ ഒരു രസമാണ്. പിന്നെ കുറിയൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് കുറിയൊക്കെ വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊന്നും കുറി എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. അങ്ങനെ നൈഹുക്കുട്ടീനെ പോയി വിളിച്ചു. ഭയങ്കര വെയിലാണ് കേട്ടോ, ചുട്ട് ചാവും, നല്ല വെയിലാണ്. എനിക്ക് പോയി വരുമ്പോഴേക്കും തലയൊക്കെ ആകെ ഭ്രാന്ത് പിടിക്കും. കാരണം നമ്മൾ തന്നെ അവരുടെ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് ഉള്ളിക്ക്. അപ്പോൾ വെയിലാണ്, ഭയങ്കര വെയിലത്തൂടെ പോകണം. അങ്ങനെ നൈഹുക്കുട്ടീനെ പോയി വിളിച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ മുതിര വെന്തോന്നൊന്ന് നോക്കി, പക്ഷെ മുതിര വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുതിര ഞാൻ പറഞ്ഞല്ലോ എങ്ങനെ എണ്ണ ചേർക്കാമെന്ന്. കൂടുതൽ ചെറിയുള്ളി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കും. എന്നിട്ട് എണ്ണ, കടുക്, ഇത് ഈ ചതച്ചതും കൂടി ഇട്ടിട്ട് കുറച്ച് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതാക്കുക കേട്ടോ. ഒന്ന് വയറ്റിയെടുക്കുക, പച്ചക്കുത്തിൽ മാറണവരൊന്ന് വയറ്റിയെടുത്തിട്ട് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് ഈ മുതിരയും കൂടി ചേർത്ത് ലാസ്റ്റ് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുതിര ഉപ്പേരി റെഡി.
എങ്ങനെയാണോ എല്ലാവരും വെക്കാന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ വെക്കുക, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചിലവർ ഇത് ചാറ് വെക്കില്ലേ, പക്ഷെ അത് ഞാൻ വെച്ചിട്ടില്ല, എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ചാറ് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങാ ചമ്മന്തി അരച്ചു കേട്ടോ. തേങ്ങാ ചമ്മന്തി പറയുമ്പോൾ കുറച്ച് കൂടുതൽ ഇതായിട്ടിരിക്കണം നമ്മൾ, ചെറിയുള്ളി, പിന്നെ കുറച്ച് പുളിയില്ല, പുളിക്ക് വേറെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാട്ടോ ചേർത്തിരിക്കണത്. പിന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റിന് വരുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം കൊടുക്കാൻ വിചാരിച്ചു, കാരണം ഇവിടെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവർ വന്ന് അവർക്ക് അതൊക്കെ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ മുട്ട പൊരിച്ചത്, കാരണം മുട്ട തണുത്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അത് കാരണം അവർ വന്ന് കഴിഞ്ഞിട്ടാണ് ഈ മുട്ടയൊക്കെ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ അവർക്ക് ചോറൊക്കെ വിളമ്പി മുട്ടയും പൊരിച്ചു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർത്തത്, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഓർത്തത് കേട്ടോ. പപ്പടം കാച്ചാൻ മറന്നു പോയിരുന്നു. പിന്നെ വേഗം ഒരു പപ്പടവും കാച്ചിയും. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വളർന്ന കുറച്ച് മുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, നമുക്ക് ഉണക്കാനൊന്നും പറ്റിയില്ല, കാരണം നല്ല വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് ഉണക്കാൻ മുളക് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതും ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൊടുത്തു. അവർക്ക് ഇഷ്ടമായോ എന്തോ അറിയില്ല, എന്തായാലും മോരുകറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചോറുണ്ട് കേട്ടോ, പപ്പടമൊക്കെ കൂട്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരു 4:30 ആയപ്പോൾ ചായ വെച്ചു. ചായ അങ്ങനെ അങ്ങോട്ട് പോയി. അവർക്ക് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ അവർ ലഞ്ചും ഡിന്നറും ചായയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചായയൊക്കെ വെച്ച് കൊടുത്തു. ചായയുടെ കൂടെ എനിക്ക് ചിപ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നമ്മുടെ ബനാന ചിപ്സ് ഇല്ലേ, അതും കൂടി വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാനും കുറച്ച് ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കലിങ്ങനെ ഇല്ല, വല്ലപ്പോഴും ഇപ്പോൾ കുടിക്കുള്ളൂ. എനിക്കാണെങ്കിൽ തീരെ വയ്യ, ഗ്യാസൊക്കെ ആയിട്ട് ചായ കുടിച്ചാൽ വയ്യാതാവും. അങ്ങനെ നമ്മൾ ചായ കൊണ്ട് കൊടുത്തു കേട്ടോ. പിന്നെ വൈകുന്നേരമല്ല, ഡിന്നറിന് ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും പിന്നെ സാമ്പാറും ആട്ടോ ഉണ്ടാക്കിയത്. സാമ്പാർ നമ്മൾ സാധാ വെക്കണ പോലെ തന്നെ, പക്ഷേ ഇതിനകത്ത് സാമ്പാർ എനിക്ക് കുറച്ച് നന്നായിട്ടുള്ള പോലെ തോന്നിയിട്ടോ. അങ്ങനെ ഞങ്ങളും ദോശയും സാമ്പാറും തിന്നും, അവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലത്തെ നമ്മുടെ ചട്നി ഉണ്ടായിരുന്നു, അതും കൂട്ടി ഞങ്ങൾ സാമ്പാറും കൂട്ടി തിന്നു. അവർക്ക് ചട്നിയൊന്നും കൊടുത്തില്ല കേട്ടോ, കാരണം ഇനി കൊള്ളില്ലെങ്കിലോ വിചാരിച്ചിട്ട് രാവിലെ അരച്ചതല്ലേ. അവർക്ക് സാമ്പാർ മാത്രമേ കൊടുത്തു കേട്ടോ. ഞാനിതിൽ സാമ്പാറിൽ ചെറിയുള്ളി ആട്ടോ ഇട്ടിരിക്കണത്. ചെറിയുള്ളി ഒന്നിങ്ങനെ വയറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരമായി, അവർക്ക് ഡിന്നറൊക്കെ കൊടുത്തു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കായപ്പൊടി മേടിക്കാൻ പറഞ്ഞു, ഉള്ളത് കൊണ്ട് റെഡിയാക്കി എടുത്തു കേട്ടോ. ഇനി നാട്ടിൽ നിന്ന് എങ്ങാനും പാഴ്സലയക്കാൻ പറയണം. അങ്ങനെ അവർക്കെല്ലാം കൊണ്ട് കൊടുത്തു. രാത്രിയായിട്ടോ, എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ.